നമ്മളെ ഒരു സുഹൃത്ത്, അതായത് 1-2 വർഷം മലേഷ്യയിൽ ജോലി ചെയ്യുന്നു. ഓൻ നാട്ടിലേക്ക് വന്ന്, നാട്ടിൽ ഓൻ്റെ പ്രായക്കാരോടെ ഇല്ലാത്തതുകൊണ്ട് ഓൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഡൽഹിയിൽ ഒരു 10-15 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആളതിൻ്റെ ഇടയിൽ ഒറ്റക്കിങ്ങനെ ബോറടിച്ച് നടക്കുകയാണ്. അപ്പോൾ ബമ്പിളിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ്ട്, ബിമ്പിളോ അതിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ്ട് ആളെന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ കുട്ടികളെ വളക്കാൻ നിൽക്കുക. അപ്പോൾ ഓൻ പെൺകുട്ടികൾ, അതായത് നോർത്ത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പട്ടികളോടും നായ്ക്കളോടൊക്കെ നല്ല സ്നേഹമാണ്. ഏതൊക്കെ പ്രൊഫൈലിലൊക്കെ എന്തൊക്കെ നെഗറ്റീവ് വായിച്ചാണ്ട് ആളെന്ത് ചെയ്തു, ഒരു പട്ടിനെ വാങ്ങി. 15,000 റുപ്യ, നല്ല ചൊറുക്കിലിറക്കി കൂട്ടി വെള്ള പട്ടി കഴിഞ്ഞ് നായി ഏതോ സാധനം അതിന് വാങ്ങി. എന്നിട്ട് ഇവിടെ ഏതൊരു സ്ഥലത്ത് പോയാണ്ട് നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയാണ്ട് ആള് പോസ്റ്റ് ചെയ്തിക്കണേ. ആ പട്ടിനെ വാങ്ങിയ അന്ന് മുതൽ ഫ്ലാറ്റിലാണെങ്കിൽ അതിൻ്റെ ഓണറെ കൊണ്ട് ഒരു തൊഴിലല്ല. കാരണം പട്ടി പെരും കുരക്കലാണ്. പട്ടി കുരച്ചാൽ ഇയാൾ വരും. അതിന് പേടിയാണ്. മൂപ്പർക്ക് ചെറിയ കുട്ടികളും അവിടെ ഉണ്ട്. ലാസ്റ്റ് 2 കളിപ്പിച്ച് ഞങ്ങൾ ആ ഫ്ലാറ്റിൽ നിന്ന് എന്ത് ചെയ്തു, തൽക്കാലം ആ പട്ടിനെ ഒഴിവാക്കണവരെ ഞങ്ങളത് മാറിക്കാൻ പറഞ്ഞു. എൻ്റെ ഫ്ലാറ്റും പോയി, ഒന്നും പോയി, അവിടെ മാറുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞില്ലോ വീണ്ടും വന്നു. കാൽമറി കെട്ടുണ്ട്, പട്ടി കടിച്ചാണ്. ഇപ്പം പട്ടിയില്ല, കുട്ടിയില്ല. ടോട്ടലി എനിക്കാണ് നഷ്ടം. 15,000 റുപ്യം പോയി. അതുവരെ നല്ല ഡീലുണ്ടായിന ആ ഫ്ലാറ്റ് ഓണർ മുണ്ടുമില്ല കണ്ടല്. കാരണം ഈ ചെങ്ങായി ആകെ എന്തൊക്കെയാ വർത്താനം പറഞ്ഞിട്ട് ആകലുണ്ട്. ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ്, കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആകെ പെടും.